കേരള, തമിഴ്നാട്. നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാന ബിജെപിയിൽ പോര് കനക്കുന്നു. സി കൃഷ്ണകുമാറിനെതിരെ എൻ ശിവരാജൻ. പ്രവർത്തന ശൈലി മാറ്റണം. കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ സ്റ്റേജിലും അല്ല വേണ്ടത്. അടിത്തട്ടിലെ പ്രവർത്തകരെ പ്രസംഗങ്ങൾ മനസ്സിലാക്കി അടിത്തട്ടിലെ പ്രവർത്തകരോട് തോളുകയാണ്. തന്നോട് പറയാമായിരുന്നുവെന്ന് കൃഷ്ണകുമാർ. കാരണം ഞാൻ നോക്കി കാണുന്ന രീതിയിലല്ല തേർഡ് പേഴ്സൺ കാണുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഒരു മൂന്നാമതൊരാൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തിയാലാണ് എനിക്ക് പൂർണ്ണനാവാൻ പറ്റുള്ളൂ. അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ശിവരാജൻ എൻ്റെ അടുത്ത് കാലത്ത് മുതൽ രാത്രി വരെ എന്നെ ഒരു സഹോദരനെ പോലെ കാണുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ എന്നോട് പറയാം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ്. യോഗം വിളിച്ച നേതൃത്വം. ചേലക്കര കോൺഗ്രസിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന പ്രാദേശിക നേതാക്കൾ. പരാജയം പരിശോധിക്കുമെന്ന് സതീശൻ. രമ്യ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് സുധാകരൻ. ജിഫ്രി തങ്ങൾക്കെതിരായ PMA സലാമിന്റെ പരാമർശം തള്ളി കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPIക്ക് അതൃപ്തി. തന്ത്രങ്ങളെല്ലാം പാളിയെന്ന് വിലയിരുത്തൽ. രാഹുലിന്റെ ജയം വടകര ഡീലിന്റെ ഭാഗമെന്ന് AK ബാലൻ. ഡീൽ വ്യക്തമാക്കണമെന്ന് സതീശൻ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫഡ്നാവിസ്. പരാജയം അമ്പരപ്പിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ. കോൺഗ്രസിന് സുപ്രധാന സ്ഥാനങ്ങൾ ലഭിക്കും. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത് കാണണം. 2021 നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് വിളിച്ചത് 2024. നീതി കിട്ടാതെ കശുവണ്ടി ഫാക്ടറി ഉടമ സ്ഥാപനം പൂട്ടി. ദുരനുഭവം നേരിട്ടത് കൊല്ലം സ്വദേശി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അതിജീവിതർക്ക് പിന്തുണ കിട്ടുന്നില്ലെന്ന് പാർവതി തിരുവോത്ത്. പരാതി പറഞ്ഞാൽ അവസരം നഷ്ടമാകുന്നു. അമ്മ സംഘടന മാറ്റത്തിന് വിധേയമാകണമെന്നും താരം. പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് ആലുവയിലെ നടി. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ ലീഡ് 533 റൺസ് കടന്നു. ജയ്സ്വാളിനും കോഹ്ലിക്കും സെഞ്ചുറി. IPL മെഗാ താരലേലം അല്പസമയത്തിനകം. പട്ടികയിൽ 577 പേർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട്ടെ BJPയിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ച് ദേശീയ കൌൺസിൽ അംഗം N ശിവരാജൻ രംഗത്ത് വന്നു. നഗരഭരണത്തിനെതിരായ പ്രചാരണമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നായിരുന്നു V മുരളീധരന്റെ പ്രതികരണം. പാലക്കാട്ടെ തോൽവി BJPക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ ഭിന്നത രൂക്ഷമാണ്. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി വിമർശിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് N ശിവരാജൻ രംഗത്ത് വന്നു. പബ്ലിക് വോട്ടുകൾ ജയിക്കുന്ന അന്തരീക്ഷം വന്നാൽ ഈ രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ ജയിക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് ആ വോട്ട് നമുക്ക് കിട്ടുമായി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ സന്ദീപ് വാചസ്പതി നേരത്തെ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രവർത്തിച്ചിട്ടും വോട്ട് കുറഞ്ഞത് പരിശോധിക്കണമെന്നായിരുന്നു സന്ദീപിന്റെ ആവശ്യം. എന്നാൽ സുരേന്ദ്രൻ നന്നായി പ്രവർത്തിച്ചു എന്നാണ് N ശിവരാജൻ പറയുന്നത്. നഗരഭരണത്തിനെതിരായ പ്രചാരണം തിരിച്ചടിയായെന്ന് സി കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രാദേശികമായി വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. തന്റെ ശൈലി മാറ്റണമെന്ന് ശിവരാജന് തന്നോട് തന്നെ പറയാമായിരുന്നു എന്നാണ് കൃഷ്ണകുമാറിന്റെ മറുപടി. ശിവരാജൻ എൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നു. എന്നോട് അങ്ങനെ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ യാതൊരു പ്രശ്നമില്ലാത്ത ആളല്ലേ. എൻ്റെ കൂടെ കാലത്ത് 7 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ളൂ. സംസ്ഥാനത്തെ തോൽവിയിൽ മൗനം പാലിക്കുകയാണ് മുൻ അധ്യക്ഷൻ V മുരളീധരൻ. ഇവിടെ നടന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ മുരളീധരൻ ഒഴിഞ്ഞുമാറി. എല്ലാം സംസ്ഥാന അധ്യക്ഷൻ പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ വരാനിരിക്കെയാണ് പാലക്കാട് നഗരപരിധിയിൽ ഇത്രയും വലിയൊരു തോൽവി BJPക്ക് ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ പാർട്ടിയിൽ വലിയ ഭിന്നതയും. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് നഗരഭരണം എങ്ങനെ പിടിക്കും എന്ന ആശങ്ക BJP നേതൃത്വത്തിനുണ്ട്. പാലക്കാട് നിന്ന് G ശ്രീജിത്ത്, ന്യൂസ് 18.
ഉപതെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ബി.ജെ.പി. നേതൃയോഗം ചേരും. മറ്റന്നാൾ കൊച്ചിയിലാണ് യോഗം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവി പ്രധാന ചർച്ചയാകും. മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുമ്പെങ്കും ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രചരണം നടത്തിയിട്ടും ചേലക്കരയിൽ തോറ്റു. എന്തു പറ്റിയെന്ന പരിശോധനയ്ക്കൊടുവിൽ ജില്ലാ നേതൃത്വം എത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവിലേക്കാണ്. രമ്യ ഹരിദാസ് പരാജയമായിരുന്നു. പാർട്ടി അവതരിപ്പിച്ചതുകൊണ്ട് രമ്യ ഹരിദാസിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തിയെ വീണ്ടും മത്സരിപ്പിച്ചത് വീഴ്ചയായെന്നുമാണ് പ്രാദേശിക വികാരം. തോൽവി പരിശോധിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. നേതൃത്വമല്ലേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്, എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാണ്. അതൊക്കെ നമ്മൾ പരിശോധിക്കും, അതെല്ലാം പരിശോധിക്കും. എന്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ, ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3000 വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. 2021 ഭൂരിപക്ഷം 10,000-ലേക്ക് കുറയ്ക്കാനായത് നേട്ടമെന്ന് KPCC നേതൃത്വം പുറമേക്ക് അവകാശപ്പെടുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് നഷ്ടമായ വോട്ടുകളുടെ പകുതിക്ക് BJPയും പങ്കുപറ്റിയിട്ടുണ്ട്. ഇടതുപക്ഷം 38 കൊല്ലം അല്ലേ, 38 കൊല്ലം CPM-ന്റെ കയ്യിൽ വെച്ചൊരു കോൺസ്റ്റൻസിയാണ് നിങ്ങൾ ഓർക്കണം. മനസ്സിലായോ? ആ കോൺസ്റ്റൻസിന്റെ അകത്ത് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് 38 സംതിങ് ഇങ്ങനെ ജയിച്ചത് ആ കോൺസ്റ്റൻസിയിൽ അവര്. അതാണ് ഇപ്പോ പത്ര കിട്ടിയ 12,000 അല്ലേ, 12,000 വോട്ടിലേക്ക് താണത്. VD സതീശൻ നേരിട്ടാണ് ചേലക്കരയിൽ പ്രചരണം നയിച്ചത്. പാലക്കാട്ടെ വലിയ വിജയത്തിന് അവകാശവാദമുയർത്തുന്നവർക്ക് ചേലക്കരയിലും ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയില്ലെങ്കിൽ സ്ഥാനാർത്ഥി പോരാ എന്ന നിഗമനത്തിലേക്ക് നേതൃത്വമെത്താനാണ് സാധ്യത. ഇതിനിടെ തൃശൂരിലെ പാർട്ടിയിലെ വീഴ്ചയും ചർച്ചയിലുയരുന്നു. നേതൃത്വം ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം കൊണ്ട് തൃശൂർ ജില്ല 20 വർഷം മുമ്പ് അവിടുത്തെ UDF എന്തായിരുന്നു, ആ സ്ഥിതിയിലേക്ക് ഒരു വർഷം കൊണ്ട് തൃശൂരിനെ മാറ്റും. ഇപ്പൊ സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു. പാലക്കാട്ടെ വൻ വിജയവും ചേലക്കരയിലെ തോൽവിയും വിലയിരുത്താൻ KPCC യോഗവും മുന്നണി യോഗവും ഉടൻ ചേരുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ മുന്നൊരുക്കവും ചർച്ചയാവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിലും തർക്കം രൂക്ഷമാണ്. സ്ഥാനാർത്ഥി നിർണയം പിഴച്ചതാണ് തോൽവിക്ക് കാരണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട്ടെ പരാജയത്തിൽ ഇടതുമുന്നണിയിലും അസ്വാരസ്യങ്ങൾ. തന്ത്രങ്ങൾ പിഴച്ചെന്നും കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെന്നുമാണ് CPIയുടെ അഭിപ്രായം. പെട്ടി വിവാദവും പത്രപരസ്യവും വേണ്ട രീതിയിൽ ഗുണം ചെയ്തില്ലെന്ന അഭിപ്രായം CPM-ലുമുണ്ട്. SDPI ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിലുണ്ടായ വർഗീയതയുടെ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലേതെന്നായിരുന്നു പാലക്കാട് തോൽവിയിൽ CPM-ന്റെ ആദ്യ പ്രതികരണം. എന്നാൽ അങ്ങനെ മാത്രം പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ കഴിയുന്ന പരാജയമല്ല ഉണ്ടായതെന്ന അഭിപ്രായവും മുന്നണിക്കുള്ളിൽ ശക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ തൊട്ടതെല്ലാം പിഴച്ചെന്ന ചിന്ത CPM-നുള്ളിൽ തന്നെയുണ്ട്. പെട്ടി വിവാദം ഗുണം ചെയ്തില്ല, മാത്രമല്ല അത് അനുകൂലമാക്കാൻ UDF-ന് കഴിയുകയും ചെയ്തു. പത്രപരസ്യവും തിരിച്ചടിച്ചു. ന്യൂനപക്ഷ മേഖലയായ പിരായിരിയിൽ UDF-ന്റെ വൻ ലീഡ് വ്യക്തമാക്കുന്നത് അതാണ്. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കാര്യമായ ചോദ്യങ്ങൾ ഉയരില്ലെങ്കിലും പാർട്ടി ചിഹ്നം ഇല്ലാതെ പോയത് തിരിച്ചടിയായി. പ്രത്യേകിച്ചും കണ്ണാടി ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ കൂടിയാലോചനകളും കൂട്ടായ ശ്രമങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെന്ന പരാതിയാണ് പ്രധാന ഘടകകക്ഷിയായ CPIക്ക്. പെട്ടി വിവാദവും പരസ്യവുമൊക്കെ 2-3 ആളുകൾ മാത്രം എടുത്ത തീരുമാനങ്ങളാണെന്നാണ് CPIയുടെ അഭിപ്രായം. അതിന്റെ പാപഭാരം മുന്നണി മൊത്തത്തിൽ പേറേണ്ടി വരുന്നതിലും CPIക്ക് അമർഷമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇക്കാര്യങ്ങളിൽ തിരുത്തൽ വേണമെന്ന നിലപാടാണ് പാർട്ടിക്ക്. തെരഞ്ഞെടുപ്പ് ഫലം CPM നാളെ പ്രാഥമികമായി വിലയിരുത്തും. 1-ാം തീയതി CPIയുടെ നേതൃയോഗവും ചേരുന്നുണ്ട്. അതിനുശേഷം CPI അതൃപ്തി മുന്നണി നേതൃത്വത്തെ അറിയിക്കും. രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പരയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM സൃഷ്ടിച്ചത്. ആദ്യ പരീക്ഷണം ഡോക്ടർ P. സരിന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതിൽ വലിയ പരാജയമുണ്ടായില്ലെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ തന്ത്രങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പെട്ടി വിവാദവും പത്രപരസ്യവുമൊക്കെ ആ രീതിയിൽ ഏഷ്യോ എന്ന കാര്യത്തിൽ CPM-ൽ സംശയങ്ങളുണ്ട്. ആ പരിശോധനകളായിരിക്കും, അതിൻ്റെ അവലോകനങ്ങളാകും ഇനിയുള്ള നാളുകളിൽ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്നത്. പാലക്കാട് നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം VV അരുൺ, ന്യൂസ് 18. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ വടകര ഡീലും SDPIയുടെ പിന്തുണയും വീണ്ടും ചർച്ചയാകുന്നു. വടകര ഡീലിന്റെ തുടർച്ചയായാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ആരോപിച്ചു. UDF RSS ഡീലിന്റെ പാലമായി സന്ദീപ് വാര്യർ പ്രവർത്തിച്ചു.
SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഹായം UDFന് ലഭിച്ചതായും AK ബാലൻ പ്രതികരിച്ചു. SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും UDFനൊപ്പം നിർത്താനുള്ള ശ്രമമാണ് ലീഗ് നടത്തിയതെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വിമർശനം. വടകരയ്ക്ക് പിന്നാലെ പാലക്കാടും UDF ജയിച്ചതോടെ ഡീൽ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ ഉത്തരം പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. E ശ്രീധരന് കിട്ടിയതിൽ നല്ലൊരു ശതമാനം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് ലഭിച്ചു. അത് SDPI വോട്ട് ആണെന്ന് എങ്ങനെ പറയാനാകുമെന്നും BJPക്ക് വോട്ട് കുറഞ്ഞതിന് CPMന് സങ്കടം എന്തിനെന്നും സതീശൻ തിരിച്ചടിച്ചു. UDF SDPI വോട്ട് ചോദിച്ചിട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണം. ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കുക. ആ ജമാഅത്തെ ഇസ്ലാമി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SDPI, അവരുടെ വളണ്ടിയർ വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട്, ഇതെല്ലാം UDFനോടൊപ്പമല്ലേ? UDFൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള മുസ്ലിം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് BJPക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഞങ്ങൾ വടകരയിൽ 1.5 ലക്ഷം വോട്ട് ജയിച്ചു, ഇവിടെ 18,000 വോട്ട് ജയിച്ചു. അതെന്ത് ഡീല? അതൊക്കെ പറഞ്ഞവരെ അതിന്റെ മറുപടി പറഞ്ഞിട്ട് പോകണം. ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല, അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും, സ്വാഭാവികമാണ്. അത് നമ്മൾ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെയുണ്ട്. ഒന്നുപോലെ ആവില്ല 2, 2 പോലെ ആവില്ല 3. പാലക്കാട്ടെ തോൽവിക്ക് ശേഷം വടകര ഡീൽ ആരോപണം വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണ് CPM. പക്ഷേ നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങി പുതിയ ആരോപണമാണ് വടകര ഡീലിന്റെ പേരിൽ ഇപ്പോൾ ഇടത് നേതാക്കൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലം പാലക്കാട് നിന്ന് വടകര മത്സരിക്കാൻ വന്ന ഷാഫി പറമ്പലിനായി BJP വോട്ട് മറിക്കും, ജയിപ്പിക്കും. അങ്ങനെ ഒഴിവ് വരുന്ന പാലക്കാട് നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്യും. ഇതായിരുന്നു വടകര ഡീൽ എന്ന പേരിൽ CPM നേതാക്കൾ ഉന്നയിച്ച ആരോപണം. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇതേ ആരോപണം ഉന്നയിക്കപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതോടെ CPM ആരോപണം മാറ്റിപ്പിടിക്കുകയാണ്. ഇപ്പോൾ വടകര ഡീലിനെക്കുറിച്ച് ഇങ്ങനെയാണ് വിശദീകരണം. ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മുസ്ലിം സംഘടനകളായ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസിന് വോട്ട് ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചതെന്ന വാദവും CPM ഉന്നയിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം വർഗീയ കക്ഷികൾ എങ്ങനെയാണ് ഒരുപോലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്ന യുക്തിക്ക് പ്രസക്തിയില്ല. ക്ലിസ്റ്റർ ക്ലിയർ സന്ദീപ് വാര്യരെ ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും വർഗീയവാദിയാക്കിയ നേതാക്കളാണ്, പാർട്ടിയാണ്. കഥയിൽ ചോദ്യമില്ല. അതേസമയം BJP ഡീലിനേക്കാൾ മുസ്ലിം സംഘടനകൾക്കാണ് കോൺഗ്രസിൻ്റെ പിന്തുണ എന്ന വാദം വ്യാപകമായി ഉന്നയിക്കാനാണ് CPM തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ ആരോപണം കൂടുതൽ നേതാക്കൾ ഏറ്റുപിടിക്കും. കൂടുതൽ മുസ്ലിം നേതാക്കൾക്കെതിരെ വിമർശനവും വരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി എടുത്ത തീരുമാനമാണിത്. ന്യൂനപക്ഷ വോട്ടുകളേക്കാൾ ഹിന്ദു വോട്ടുകളിലാണ് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPMന്റെ കണ്ണ്. കോൺഗ്രസിനെതിരെ BJP വോട്ടുകൾ വരെ അടുത്ത തവണ തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്നും നേതാക്കൾ കണക്ക് കൂട്ടുന്നു. ജിമ്മി ജെയിംസ്, ന്യൂസ് 18. ഡോക്ടർ P സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകാൻ പോകുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പരാജയത്തിന്റെ പേരിൽ സരിനെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ നോക്കേണ്ട. സരിനെ CPM പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും AK ബാലൻ പറഞ്ഞു. നിർണായക ഘട്ടത്തിൽ പാർട്ടി വിട്ട ചതിയനെന്നായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ വിമർശനം. സരിൻ തിരിച്ചു വന്നാലും എടുക്കില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്, ഞാൻ ഇതുവരെ സ്വീകരിച്ചു പോന്ന നയസമീപനങ്ങളോട്, കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഞാൻ സ്വീകരിച്ചു പോന്ന നയസമീപനങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. സംഘടനാപരമായും രാഷ്ട്രീയമായും യോജിക്കാൻ കഴിയില്ല. അതിലെനിക്ക് മാനസികമായി യോജിക്കാൻ പറ്റുന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി സഹകരിക്കാം. അയാൾ മത്സരിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഞങ്ങൾ ആലോചിച്ച്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിച്ച് ഡോക്ടർ സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യും എന്ന് ഞങ്ങൾ കരുതിയതിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിപ്പിച്ചത്. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടി. എനിക്ക് കിട്ടാൻ പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ പോക്കൊരു ചതിവാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തു മത്സരിപ്പിച്ച ഒരാൾ, തോറ്റൊരാൾ, ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇലക്ഷന്റെ തലേന്നാള് അങ്ങോട്ടേക്ക് ചാടുന്ന ഒരാള് എങ്ങനെ വിശ്വസിക്കും?
എങ്ങനെ കൂടെ നിർത്തും പറയും? ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേണ്ടെന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ന് പോയവരെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊന്നും ഇതുപോലത്തെ ചതിവ് കാണിച്ചിട്ടില്ല. ഇതൊരു ചതിവാണ്. പ്രത്യേകിച്ചും വ്യക്തിപരമായി KPCC പ്രസിഡന്റോട് കാണിച്ച ചതിവാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ പുതുപ്പള്ളിയിലെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ വൈകാരിക അടുപ്പമുള്ള ഇടമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിൻ്റെതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം, ഇവിടെ വരാത്തപ്പോഴുമെല്ലാം അത് തന്നെയാണ് മനസ്സിൽ. പാലക്കാട് ഒരു വലിയ മിന്നും ജയം തന്നെയായിരുന്നു. അത് സാറ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വിശ്വട്ടിനെ കിട്ടിയൊരു ഭാഗ്യമുണ്ട്. വിശ്വട്ടിനൊക്കെ ജയിക്കുമ്പോൾ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ്. കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോൾ അതിനെ പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ലീഗിന്റെ മറവിൽ SDPI പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. SDPI ശക്തമായി എതിർത്തിട്ടുള്ളത് ലീഗാണ്. വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ല. പാലക്കാട്ടെ ജനങ്ങളെ വർഗീയത പറഞ്ഞ് പരിഹസിക്കരുത്. എതിരാളികൾ തോൽവി അംഗീകരിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. SDPIക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ. അപ്പോൾ ലീഗിനോടൊപ്പം SDPI ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ SDPI ഏറ്റവും കൂടുതൽ എതിർക്കുകയും SDPI ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെയാണ്. ആ ലീഗിനോടൊപ്പം SDPI കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശയല്ല. പാലക്കാട്ടെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സമസ്ത അധ്യക്ഷനെ പരോക്ഷമായി വിമർശിച്ച് പുലിവാൽ പിടിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വിമർശനം ശക്തമായതോടെ താൻ ഉദ്ദേശിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അല്ല പിണറായി വിജയനെ ആണെന്ന് പറഞ്ഞ് സലാം കൈകഴുകി. സലാം പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. അതിനിടെ CPMനെ വിമർശിച്ചും UDFനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്ത് വന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതായിരുന്നു കുവൈത്തിൽ UDFന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് PMA സലാം ആദ്യം പറഞ്ഞത്. എന്നാൽ സമസ്തയുടെ പോഷക സംഘടനകൾ ഒന്നാകെ വിമർശനവുമായി വന്നതോടെ സലാം നിലപാട് മാറ്റി. താൻ ഉദ്ദേശിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയല്ല പിണറായി വിജയനെയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഞാൻ ഒളിയം ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ 3ാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് 3ാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ഏറെ വൈകാതെ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമിന്റെ നിലപാട് തള്ളി രംഗത്തെത്തി. സലാം പറഞ്ഞത് ലീഗ് നിലപാടല്ല, ജിഫ്രി തങ്ങളെയല്ല ഉദ്ദേശിച്ചത് എന്ന് സലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം പരാമർശങ്ങൾ ആര് പറഞ്ഞാലും എതിർക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. PMA സലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട്, അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അത് ഒന്നുകൂടി അടിവര ഇട്ട് പറയുകയാണ്. അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു. തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത്. പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും.
മുസ്ലിം ലീഗ് സംസ്ഥ തർക്കം രൂക്ഷമാകാൻ നേരത്തെയും PMA സലാമിന്റെ പല നിലപാടുകളും തുറന്നുപറച്ചിലും കാരണമായിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് സംസ്ഥാന നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി നേരിട്ടാണ് മറുപടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം UDF-നെ പുകഴ്ത്തിയും LDF-നെ വിമർശിച്ചും സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗമെഴുതിയ അതേ സമയത്താണ് സലാം വീണ്ടും സമസ്ത വിവാദത്തിൽപ്പെടുന്നത്. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയെന്നാണ് സുപ്രഭാതത്തിലെ വിമർശനം. ഇത് മതേതര കേരളത്തിന്റെ മനസാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും അർഹിക്കുന്ന അവജ്ഞയോടെ ഈ പ്രചരണത്തെ ജനാധിപത്യ കേരളം തള്ളിയതായും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയം UDF-ന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നും മുഖപ്രസംഗത്തിലുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മഹാരാഷ്ട്രയെ നയിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ്. വൻ ഭൂരിപക്ഷത്തിൽ മഹാരാഷ്ട്രയിൽ ജയിച്ച മഹായുതിക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നത് സങ്കീർണമായ ദൗത്യമായിരിക്കുന്നു. BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസും നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അഗർ ദില്ലി മേ നരേന്ദർ, മുംബൈ മേ ദേവേന്ദർ, ഒരു പതിറ്റാണ്ട് മുമ്പ് BJP ഉയർത്തിയ മുദ്രാവാക്യം. ഡൽഹിയിൽ സർക്കാർ നരേന്ദ്രമോദി നയിച്ചാൽ മുംബൈയിൽ അത് ദേവേന്ദ്ര ഫട്നാവിസ് നയിക്കും. മഹാരാഷ്ട്രയിൽ മഹായുതി 235 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണം തുടരുമ്പോൾ മുഖ്യമന്ത്രി കസേരയുടെ യഥാർത്ഥ അവകാശി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ. സ്മാർട്ട് പോൾ മാനേജ്മെന്റിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഫട്നാവിസ് ദൃഢനിശ്ചയത്തോടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആസൂത്രണം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്ന് തിരിച്ചുവരാനുള്ള പോരിനെ ധർമ്മയുദ്ധം എന്ന് വിശേഷിപ്പിച്ച് മുന്നിൽ നിന്ന് നയിച്ചു. 132 മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും മുഖമായിരുന്നു ഈ നാഗ്പൂർകാരൻ. എന്നാൽ എപ്പോഴും രാഷ്ട്രീയ സ്ഥാനം കേവലം സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തിയാകില്ല. മന്ത്രിസഭയിൽ തൽസ്ഥിതി നിലനിൽക്കണമെന്നാണ് ഏക്നാഥ് ഷിൻഡെ ക്യാമ്പ് ആവശ്യപ്പെടുന്നത്. ഏക്നാഥ് ഷിൻഡെ സർക്കാരിൻ്റെ ഭരണത്തുടർച്ചയ്ക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് മുന്നണി മനസ്സിലാക്കുമെന്നും ശിവസേന വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മഹായുദ്ധിയുടെ ഉത്തരമിങ്ങനെ: വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കും, എല്ലാ ഉപദേശവും സ്വീകരിക്കും. ശിവസേനയെയും പിന്നീട് NCPയെയും പിളർത്താൻ BJP കേന്ദ്ര നേതൃത്വത്തെ സഹായിച്ചത് ഫട്നാവിസ് തന്നെ. ഒരിക്കൽ മുഖ്യമന്ത്രിയായിരുന്നിട്ടും ഏക്നാഥ് ഷിൻഡെയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായി നിൽക്കാനും സമ്മതിച്ചു. ദേശീയ നേതൃത്വം വിശ്വസ്തനായ ഒരു പാർട്ടി പ്രവർത്തകന്റെ ആ ത്യാഗവും വിധേയത്വവും ഇന്ന് തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഫട്നാവിസ്. 2019 പാർട്ടിയുടെ ജനാദേശ് യാത്രയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാഷ്ട്രീയ പ്രസ്താവന പ്രസിദ്ധമാണ്: മീ പുൻഹായൻ, ഞാൻ തിരിച്ചുവരും. തിരിച്ചുവരുമോ ഫട്നാവിസ്? ഇന്ന് മഹാരാഷ്ട്ര തിരിച്ചു ചോദിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഝാർഖണ്ഡിൽ സർക്കാർ രൂപീകരിക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ സഖ്യം MLA-മാർ യോഗം ചേർന്നു. JMM നേതൃത്വം നൽകുന്ന പുതിയ സർക്കാരിൽ കോൺഗ്രസിന് സുപ്രധാന സ്ഥാനങ്ങൾ ലഭിക്കും. ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് ആശംസകൾ അറിയിക്കുകയാണ് വിജയശ്രീലാളിതനായ JMM നേതാവ്. വരൂ, നമുക്കൊരുമിച്ച് നടന്ന് സുവർണ ജാർഖണ്ഡ് നിർമ്മിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കാം. വീണ്ടും മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ഹേമന്ത് സൊറൻ ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഭരണഘടനയും ജനാധിപത്യവും ജയിക്കട്ടെയെന്ന് ഉദ്ഘോഷം. ജാർഖണ്ഡിൽ ചരിത്രം രചിക്കാൻ പോവുകയാണ് എന്നാണ് ഹേമന്ത് സൊറന്റെ പ്രഖ്യാപനം. അബുവ രാജ്, അബുവ സർക്കാർ, ഞങ്ങളുടെ ഭരണം, ഞങ്ങളുടെ സർക്കാർ എന്ന് പ്രഖ്യാപിച്ച് ഹേമന്ത് സൊറൻ ജനാധിപത്യത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുന്നു. ജാർഖണ്ഡിൽ മന്ത്രിസഭ രൂപീകരണ നടപടികൾ ആരംഭിക്കുന്നതിനായി ഇന്ത്യ സഖ്യ MLA-മാർ യോഗം ചേർന്നു. വിജയിച്ച MLA-മാരുമായി മുന്നണി നേതാക്കൾ ആശയവിനിമയം നടത്തി. മന്ത്രിസഭ അഴിച്ചുപണിയെക്കുറിച്ച് MLA-മാരുടെ അഭിപ്രായമനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ഠാക്കൂർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ജനങ്ങൾ BJPയെ അകറ്റി നിർത്തിയെന്നും ഇന്ത്യ സഖ്യം സുഗമമായി സർക്കാർ രൂപീകരിക്കുമെന്നും രാജേഷ് ഠാക്കൂർ. निश्चित रूप से अभी बैठकों का दौर जारी है. अगर कहें तो हमारे जो ऑब्जर्वर्स आए हैं उनके साथ हमारी बैठक हो रही है. आदरणीय गुलाम अहमद मीर साहब हैं, तारिक अनवर साहब हैं, कृष्णा अल्लावेरू जी हैं, बट्टी मल्लू जी हैं और तमाम जो श्रीवेला प्रसाद जी हमारे सह प्रभारी हैं. सब लोग हम लोग मिलकर के तय कर रहे हैं कि कैसे क्या करना है और हम ये समझते हैं कि सारी चीजें जो है निश्चित हैं और सरकार बनना सुनिश्चित है. ജാർഖണ്ഡിൽ ജാഗ്രതയുള്ള പ്രതിപക്ഷമാകുമെന്ന് BJP. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമെന്ന നിലയിൽ ഹേമന്ത് സർക്കാരിന് ക്രിയാത്മകമായ പിന്തുണ നൽകുമെന്നും BJP വക്താവ് പ്രബുൽ ഷാദേവ്.
JMMന്റെ വിജയത്തിൽ ഹേമന്ത് സൊറനെ അഭിനന്ദിച്ചു BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി. ജനവിധി അംഗീകരിക്കുന്നു, പോരായ്മകൾ തിരുത്തും, എവിടെയാണ് പിഴച്ചതെന്ന് പരിശോധിക്കുകയും ചെയ്യുമെന്നും ബാബുലാൽ മറാണ്ടി. हेमंत सोरेन को जीत की उनको बधाई देता हूं और झारखंड की जनता की जनादेश को मैं सिरोधार्य करता हूं. ജാർഖണ്ഡിലെ പരാജയത്തെ മഹാരാഷ്ട്രയിലെ വിജയം കൊണ്ട് തൽക്കാലം മറയ്ക്കാൻ പ്രയാസപ്പെടുകയാണിവിടെ BJP. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വഖഫ് നിയമ ഭേദഗതി ബില്ലടക്കം 15 ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വഖഫിനു പുറമെ മണിപ്പൂർ സംഘർഷം, അദാനിക്കെതിരായ US കോടതിയുടെ അറസ്റ്റ് വാറന്റ് തുടങ്ങിയവ സഭാ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലുള്ള വഖഫ് ബില്ലിൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാടിനോടുള്ള കേന്ദ്ര അവഗണന കേരളത്തിൽ നിന്നുള്ള MPമാർ ഇരു സഭകളിലും ഉന്നയിക്കും. അടുത്ത മാസം 20 വരെയാണ് സഭാ സമ്മേളനം. വഖഫ് നിയമത്തിലുള്ള സംവാദം രാഷ്ട്രീയ നേട്ടമാകുമെന്ന് BJP പ്രതീക്ഷകൾ കൂടുതൽ കരുത്താർജിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് നിയമം പ്രധാന ചർച്ചയായി ഉയർത്തി കോൺഗ്രസിനെതിരെ പ്രീണന രാഷ്ട്രീയം ആരോപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി. വഖഫ് ഭേദഗതി ബിൽ വരുന്നതിനാൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കൊടുങ്കാറ്റിനാണ് കളമൊരുങ്ങുന്നത്. പ്രീണന രാഷ്ട്രീയം നിറം പിടിപ്പിക്കാൻ കോൺഗ്രസ് ഉപയോഗിച്ച നിയമത്തിന്റെ ഉദാഹരണമായി കാണിച്ചാണ് BJP ഭേദഗതിക്കായുള്ള വാദത്തിന്റെ മൂർച്ച കൂട്ടുന്നത്. ഡൽഹിക്ക് സമീപമുള്ള പല സ്ഥലങ്ങളും വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തു എന്ന ആരോപണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉന്നയിച്ചു. കോൺഗ്രസ് വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനാണത് ചെയ്തത്. ബാബാ സാഹിബ് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ വഖഫ് നിയമത്തിന് സ്ഥാനമില്ല. യഥാർത്ഥ മതേതരത്വത്തിന് വധശിക്ഷ നൽകാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നായിരുന്നു മോദിയുടെ ആക്ഷേപം. संविधान में वक्फ कानून का कोई स्थान ही नहीं है, लेकिन फिर भी कांग्रेस ने तुष्टीकरण के लिए वक्फ बोर्ड जैसी व्यवस्था पैदा कर दी. ये इसलिए किया गया ताकि कांग्रेस के परिवार का वोट बैंक बढ़ सके. सच्ची पंथ निरपेक्षता को कांग्रेस ने एक तरह से मृत्यु दंड देने की कोशिश की है. साथियों, कांग्रेस के शाही परिवार की सत्ता भूख इतनी विकृति हो गई है कि उन्होंने सामाजिक न्याय की भावना को भी चूर चूर कर दिया है. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ച് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പ്രധാനമന്ത്രി വഖഫ് ഭേദഗതിയെപ്പറ്റി പരാമർശിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പരിഗണിക്കുന്നത്. വർഷകാല സമ്മേളനത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും വഖഫ് സ്വത്തുക്കളുടെ കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരുന്നു. സംയുക്ത സമിതിയുടെ റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം ശീതകാല സമ്മേളനത്തിൽ പരിഗണിക്കുന്നതിനും പാസാക്കുന്നതിനുമായി സർക്കാർ വഖഫ് ഭേദഗതി ബിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബില്ലിന് ന്യൂനപക്ഷ പിന്തുണ ലഭിക്കുമെന്ന് BJP കരുതുന്നു. മഹാരാഷ്ട്രയിൽ ന്യൂനപക്ഷ വോട്ടർമാർക്ക് ശക്തമായ സ്വാധീനമുള്ള സീറ്റുകളിൽ ജയിക്കാനായി എന്നത് ശുഭസൂചനയായും പാർട്ടി കാണുന്നു. മുസ്ലിം ജനസംഖ്യ 20% വരുന്ന 32 സീറ്റുകളിൽ 22 ജയിക്കാൻ മഹായുദ്ധി സഖ്യത്തിന് ഇത്തവണ കഴിഞ്ഞു. ഇത് പരിഷ്കരണ നയങ്ങൾക്കുള്ള പിന്തുണയായാണ് പാർട്ടി കാണുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ? രണ്ടായിരത്തി 2021 മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയ കശുവണ്ടി വ്യവസായിയെ അന്വേഷിച്ച് തിരികെ വിളിച്ചത് 2024 കൊല്ലം ജില്ലാ വ്യവസായ വകുപ്പിൽ നിന്ന് അന്വേഷിച്ച് വിളി വരുമ്പോഴേക്കും ഫാക്ടറി ജപ്തി ചെയ്തിരുന്നു. ഫാക്ടറി ഉടമ ഡ്രൈവർ ജോലിയിലേക്ക് മാറുകയും ചെയ്തു. കൊല്ലം കേരളപുരം സ്വദേശി ജയചന്ദ്രനാണ്
3 വർഷം മുമ്പ് വ്യവസായ വകുപ്പിന്റെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഇത് ആദ്യത്തെ കേസല്ലേ? അതെ, ഇത് വ്യവസായ ഓഫീസിൽ നിന്ന് വിളിക്കുക സാർ. സാർ ഒരു CMO പോർട്ടലിൽ ഒരു പരാതി കൊടുത്തായിരുന്നല്ലോ. കൊടുത്തായിരുന്നേ. എന്നാ കൊടുത്തേക്കുന്നേ? എന്നാ കൊടുത്തിരിക്കുന്ന അറിഞ്ഞൂടെ? ഒരു പരാതി ഞാൻ CM നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോ അവൻ എന്നാ ഡേറ്റ് വേണമെന്ന് പറഞ്ഞേ. പരാതി കണ്ടോണ്ടായിരിക്കുമല്ലോ വിളിക്കുന്നേ. ആന്നാന്ന്. ആ ഡേറ്റ് എന്നാന്ന് നോക്കട്ടെ. ആ ഡേറ്റ് സാർ എഴുതിയിട്ടില്ലല്ലോ. ഡേറ്റ് ബ്ലാങ്ക് ആയി കിടക്കുക. അതെങ്ങനെ ഡേറ്റ് ബ്ലാങ്ക് ആവുന്നേ? നിങ്ങൾക്ക് അവിടെ പിന്നെ പരാതി വരുമ്പോ ഒരു ഡേറ്റ് കിട്ടത്തില്ലയോ? ഡേറ്റ് ഇല്ലാതെ എങ്ങനെയാ? അത് കിട്ടിയത് എക്സാമിൽ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന എനിക്ക് ഇന്നാ കിട്ടിയത് സാറേ. അതെങ്ങനെ ഇപ്പം കിട്ടിയപ്പോ ഞാൻ വിളിച്ചതാ. ഇത് 15/9 31/8 ഡേറ്റ് ഇട്ടിരിക്കുന്നത്. 31/8 ഇയറാ? ഇയർ 2021. ആ കൊള്ളാം. വ്യവസായ വകുപ്പിൽ നിന്ന് 2021 CM കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ പിന്നെ 2024 ലാസ്റ്റില് വിളിക്കുന്നു. കൊള്ളാം മാഡം. സാറേ എനിക്കിപ്പം കിട്ടി. ഇപ്പൊ കിട്ടി. എന്നാലും ഒന്ന് ആലോചിച്ച് ഒരു കേരളത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം മാഡം. ഒന്ന് ആലോചിച്ച് നോക്കാം. അല്ല ഒരാൾ ഒരു 21 പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് പിന്നെ ആ മന്ത്രിസഭ മാറിപ്പോയി അടുത്ത മന്ത്രിമാർ വന്നാൽ പോലും ഈ പരാതി കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ വലിയ മോശമാ. ഭയങ്കര മോശമാണ് ഇതൊക്കെ. നിങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ സാലറി ഒക്കെ തരുന്നത് എന്തിനാ എനിക്കറിയാൻ വയ്യ. സാർ ഇത് എവിടെ ഈ കാഷ് കമ്പനി ഒന്ന് പറയാമോ? അതങ്ങനെ ഇപ്പൊ പറയുന്നത് എന്തിനാ? ഇപ്പൊ നിങ്ങളത് ഇനി കണ്ടുപിടിക്കും. ഞാൻ എന്തിനാ ഇനി പറയുന്നത്? ഇത്ര നാള് കഴിഞ്ഞിട്ട് ഈ പിന്നെ എന്താ പറയുന്നത്, ഈ വ്യവസായിയുടെ പിന്നെ മരണവും കഴിഞ്ഞ് 16 അടിയന്തരം കഴിഞ്ഞ് പിന്നെ 3 വർഷം കഴിയുമ്പോ അതിന്റെ ഒരു ചടങ്ങും കഴിയുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. ശരി, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഓക്കെ സാർ ഒന്ന് പറയാമോ? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക മാഡം. സാർ ഇത്ര സംസാരിച്ചു ഒന്ന് പറഞ്ഞേരോ യൂണിറ്റ് എവിടാന്ന്? അല്ല യൂണിറ്റ് എവിടാന്ന് പറഞ്ഞത് എന്താ കാര്യം പറ മാഡം. വരാനാ സാറ്? പിന്നെ 2021 പിന്നെ എൻ്റെ ഈ വ്യവസായം പ്രതിസന്ധിയിലാവുന്ന സമയത്ത് ആവുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക്, നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, കേരള മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഞാൻ അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും പിന്നെ ഇപ്പോഴത്തെ മന്ത്രി ഇവരുടെ അടുത്തെല്ലാം കയറി ഇറങ്ങി. ഒരു നടപടികളോ ഒന്നും എനിക്ക് എവിടെ പോകണ്ടേ എന്നും അറിയത്തില്ല. ഞാൻ എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല, ഇതൊന്നുമില്ല. ഈ അവസാന ഘട്ടത്തിൽ 21 കൊടുത്ത പരാതി 2024 ലാസ്റ്റിൽ നവംബറിൽ അവർ എന്നെ വിളിക്കുന്നു. അതിനു മുമ്പ് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഒട്ടും വയ്യാത്ത രീതിയിലായും ഞാൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ വണ്ടി ഓടിക്കുക ഡ്രൈവറായിട്ട്. കേരളത്തിൽ ഒരു വ്യവസായം ചെയ്ത ഒരു വ്യവസായിയുടെ എൻ്റെ അവസ്ഥയാണിത്. ഇതിൻ്റെ ചെയർമാൻ ജയമോഹൻ സാറിന് എൻ്റെ വീട് പൂട്ടുന്നതിന് മുമ്പ് തലേന്ന് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയായിരുന്നു. ഒരു നേതാവുമായിട്ട് വീട്ടിൽ പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പൂട്ടത്തില്ല, ഞാൻ വിളിച്ച് GMൻ്റെ അടുത്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വിഷമിച്ചിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ സഖാവല്ലി പറഞ്ഞേക്കുന്നത്. പിറ്റേന്ന് ഉച്ചവരെ 12 മണി തൊട്ട് ഞാൻ ഫോൺ വിളിക്കുന്നു, പുള്ളി ഫോൺ എടുക്കത്തില്ല. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. BJP